ബസ് ജീവനക്കാരെ ആദരിച്ചു. പാലക്കാട് പട്ടാമ്പി റൂട്ടിൽ സർവീസ് നടത്തുന്ന നീനു സ്റ്റാർ ബസ്സിലെ ഡ്രൈവറെയും കണ്ടക്ടറെയുമാണ് ഇന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. ഇന്നലെ ബസ്സിൽ കുഴഞ്ഞു വീണ യാത്രക്കാരനെ 16 കിലോമീറ്ററോളം നിർത്താതെ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചതിനാണ് ആദരിച്ചത്. ബസ് ജീവനക്കാർ മാതൃകാപരമായ പ്രവൃത്തിയാണ് നടത്തിയതെന്ന് നഗരസഭ വൈസ് ചെയർ കെ രാജേഷ് പറഞ്ഞു. ചെയർപേഴ്സൺ ജാനകി ദേവി ജീവനക്കാരെ പൊന്നാട അണിയിച്ചു. ജോയിന്റ് RTO അജിത് കുമാറും മറ്റ് കൗൺസിലർമാരും ചടങ്ങിൽ പങ്കെടുത്തു. ഡ്രൈവർ ചാത്തന്നൂർ സ്വദേശി മനാഫും കണ്ടക്ടർ കൊടുമുണ്ട സ്വദേശി ഷറാഫുദ്ദീനെയുമാണ് ആദരിച്ചത്. വശത്ത് കാണുന്ന നീനു സ്റ്റാർ എന്ന് പറയുന്ന ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും മാതൃകാപരമായിട്ടൊരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. 2 മിനിറ്റും 3 മിനിറ്റും മാത്രം സമയമെടുത്തുകൊണ്ട് ആളുകളെ കയറ്റി പോകേണ്ട ഈ ബസ്, അതിലെ ഒരു യാത്രക്കാരൻ ബസ്സിനകത്ത് കുഴഞ്ഞു വീഴുകയാണ്. സ്വാഭാവികമായും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അയാളെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇറക്കി വിട്ട് തൻ്റെ കാര്യം നോക്കുന്ന ഒരു കാലമാണ്. പക്ഷേ യാത്രക്കാരെ മുഴുവൻ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തി ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഈ ജീവനക്കാരെ ആദരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഇവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. നഗരസഭാ കൗൺസിലർമാരുണ്ട്, നഗരസഭാ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ ബസ് ഓണേഴ്സ്, ബസ് ജീവനക്കാർ, അതുപോലെ തന്നെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും ഈ അവസരത്തിൽ ഒത്തുകൂടിയിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നഗരസഭാ ചെയർപേഴ്സണോട് അഭ്യർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നീനു സ്റ്റാർ ബസ്സിൽ ഒരാൾക്ക് വിദ്യാസന്ന നിലയിൽ വയ്യാതെ കുഴഞ്ഞു കിടക്കും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ഒന്നും ആലോചിക്കാതെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിന് എത്ര പറഞ്ഞാലും മതി വരില്ല. ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും ആ ബസ്സിലുണ്ടായിരുന്ന ആളുകളും അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സഹകരിച്ചുകൊണ്ട് ഒരു ജീവൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് എത്തിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയും ജീവൻ സംരക്ഷിക്കുകയും ചെയ്ത ആ വ്യക്തികളെ എത്രത്തോളം ആദരിച്ചാലും മതി വരികയാണ്. അവരുടെ ആ ഒരു പ്രവർത്തനം മറ്റുള്ളവർക്ക് കൂടി മാതൃകയാണ്. നമുക്കറിയാം, നമ്മുടെ ചുപ്പാലം ബസ് സ്റ്റാൻഡിൽ വന്നു പോകുന്ന ബസ്സുകൾ, അവരുടെ പ്രയാസങ്ങൾ 2-3 മിനിറ്റ് മാത്രമാണ് ബസ് സ്റ്റാൻഡിൽ തന്നെ നിൽക്കാൻ ഒരു സമയം കിട്ടുക. സമയമില്ലാത്ത സമയത്ത് അവർ വേറെ ഒന്നും നോക്കാതെ ഓടുന്ന ആ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ മനസ്സോടുകൂടി ആ ഒരു ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആ ബസ്സിനെ അത്രത്തോളം ശ്രദ്ധിച്ച് ഓടിച്ച ആ ആസ്പത്രിയിൽ എത്തിക്കുകയും ജീവൻ കൊടുക്കുകയും ചെയ്ത ജീവൻ പോവാതെ ജീവൻ സംരക്ഷിച്ച അവരെ നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ അവിടെ എല്ലാവർക്കും കൂടി ചേർന്നുകൊണ്ട് അവരെ നമുക്ക് ആദരിക്കേണ്ടതുണ്ട്. ഈ ഒരു മാതൃക നമ്മുടെ എല്ലാ ബസ്സിൻ്റെ ആൾക്കാരും, അതിലെ ബസ്സിൻ്റെ വർക്കേഴ്സും, ബസ്സിൽ കയറുന്ന ആളുകളും എല്ലാവർക്കും ഒരു മാതൃകയാണ്. എന്തായാലും ഒരു ജീവൻ സംരക്ഷിക്കുന്നതിന് നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള അവരെ ആ ജീവൻ സംരക്ഷിച്ച ആളുകളെ ആദരിക്കുക നമ്മളെല്ലാവരും കൂടി ചേർത്ത്. പല നഗരസഭയുടെ കൗൺസിലേഴ്സുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പത്രക്കാരുണ്ട്, എന്തെങ്കിലും ഒരു സമയം വഴുകി നമ്മുടെ MP ഇവരുണ്ട്. ഇതെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അവരെ ആദരിക്കാം. എല്ലാവർക്കും ഒരു മാതൃകാ രൂപത്തിൽ തന്നെ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് അതിനെ മറ്റുള്ളവർ കൂടി അതിനെ ഫോളോ ചെയ്യണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. 2 വാക്ക് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, ഇന്നത്തെ ഉദ്യോഗസ്ഥர்களായിരുന്ന ജീവനക്കാർ അവരുടെ ഉത്തരവാദിത്ത യാത്രക്കാരെ സുരക്ഷിതമായിട്ടൊരു സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്തം അവർ വളരെ കൃത്യമായിട്ട് ചെയ്തു എന്ന് മാത്രമല്ല, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ തന്നെ എത്തിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്തം നിറവേറ്റിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് അഭിനന്ദനാർഹമാണ്. അപ്പോൾ അവർക്ക് നമ്മൾ അതിനോട് തന്നെ അവരെ അഭിനന്ദിക്കുന്നതിനും അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ വേണ്ടി ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മാതൃകമായ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടി അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ നഗരസഭയ്ക്ക് വേണ്ടി പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിന് വേണ്ടി ചെയർപേഴ്സണെ ക്ഷണിക്കാം.